ഹരേ കൃഷ്ണ. എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു ഏകാദശി കൂടി വന്നെത്തി. 2025 ഫെബ്രുവരി മാസം 8-ാം തീയതി ശനിയാഴ്ചയും മലയാള മാസമായ മകരമാസം 26-ാം തീയതിയും അതുപോലെ ഹിന്ദു മാസമായ മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി. ആ ഏകാദശിയുടെ പേരാണ് ജയ ഏകാദശി അല്ലെങ്കിൽ ഭൂമി ഏകാദശി എന്നും അറിയപ്പെടുന്നു. എല്ലാവർക്കും ഇപ്പോൾ ഏകാദശി എന്താണെന്നറിയാല്ലേ. എന്നാലും നമ്മളോട് പലരും വന്നിട്ട് ചോദിക്കാറുണ്ട്, എപ്പോഴാണ് ഹരിവാസര സമയം, എപ്പോഴാണ് പാരണ വീട്ടേണ്ടത്, എങ്ങനെയാണ് പാരണ വീട്ടേണ്ടത്, എന്തെല്ലാം കഴിക്കാം എന്നെല്ലാം ഇപ്പോഴും പലർക്കും അറിയാത്തതുണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഏകാദശിയെ കുറിച്ചൊന്ന് കേട്ടാലോ. ഹരേ കൃഷ്ണ. എന്താണ് ഏകാദശി? ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 തിഥികളിൽ നീണ്ടുകിടക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനു വേണ്ടി, ആദി വിരാട് പുരുഷ നാരായണന് വേണ്ടി, ആ ഗോലോക ധാമത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടി മാത്രമുള്ള ഏകാദശി വ്രതം. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വ്രതമാണ് ഏകാദശി. ജന്മജന്മാന്തരങ്ങളിൽ ഏറ്റവും മഹത്തരമാണ് നമ്മുടെ ഈ മനുഷ്യജന്മം. നരനെ നാരായണനാക്കുന്ന ഏകാദശി വ്രതം. ഒരു മാസത്തിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി വെളുത്തപക്ഷ ഏകാദശി അല്ലെങ്കിൽ ശുക്ലപക്ഷ ഏകാദശി. വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി കറുത്തപക്ഷ ഏകാദശി അല്ലെങ്കിൽ കൃഷ്ണപക്ഷ ഏകാദശി. വർഷത്തിൽ 24 ഏകാദശികളുണ്ട്. അധിക മാസം വരുമ്പോൾ 26 ഏകാദശിയും വരും. ഏകാദശിയും ദ്വാദശിയും സംഗമിക്കുന്ന മഹാപുണ്യദിനത്തിൽ മഹാവിഷ്ണുവിൻ്റെ മുഖ്യ സാന്നിധ്യം, മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും സാന്നിധ്യം നമ്മുടെ വീടുകളിലും ഈ ഭൂമിയിലും നിറഞ്ഞിരിക്കുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. ഏതൊക്കെയാണ് 24 ഏകാദശി അല്ലെങ്കിൽ 26 ഏകാദശി? ഉത്പന്ന ഏകാദശി, മോക്ഷദ ഏകാദശി, സബല ഏകാദശി, പുത്രദ ഏകാദശി, ഷട്തില ഏകാദശി, ജയ ഏകാദശി. വിജയ, അമലക്കി, പാപമോചിനി, കാമദ, വരൂദിനി, മോഹിനി, അപര, നിർജ്ജല, യോഗിനി, പത്മ ഏകാദശിയെ ശയന ഏകാദശി എന്നും പറയും. കാമിക, പുത്രദ ഏകാദശി, അജ ഏകാദശി, പരിവർത്തിനി, ഇന്ദിര, പാപാങ്കുശ അല്ലെങ്കിൽ പാശാങ്കുശ ഏകാദശി, രമ ഏകാദശി, ഹരിബോധിനി അല്ലെങ്കിൽ ഉദ്ധാന ഏകാദശി. കമല ഏകാദശിയും പത്മിനി ഏകാദശിയും അധിക ഏകാദശിയായിട്ട് വന്നു ചേരുന്നു. ഈ മഹനീയമായ ഏകാദശികളുടെ നാമധേയങ്ങൾ ഓരോന്നും ഭക്തിപൂർവം ഉച്ചരിക്കുന്നവർക്ക് പോലും ഏകാദശി വ്രതഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഏകാദശി നാളിൽ തുളസിയില കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവം അർച്ചന ചെയ്യുന്നവരെ താമരയിലയിലെ വെള്ളം പോലെ പാപം തീണ്ടുകയില്ലത്രേ. മാത്രമല്ല, പിതൃമാതൃഭാര്യപക്ഷത്തുള്ള 10 തലമുറയിലുള്ളവർ ഏകാദശി വ്രതത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. കൃഷ്ണപക്ഷ ശുക്ലപക്ഷ ഏകാദശി എന്ന് തിരിവില്ല, രണ്ടിനും ഒരേ ബലമാണ്. സംസാരസാഗരത്തിൽ മുഴുകിയിരിക്കുന്നവരുടെ പാപങ്ങൾ നശിച്ച് കര കയറുന്നതിനുള്ള ഈശ്വര ശക്തി ലഭിക്കുകയും ചെയ്യും. ഭഗവാൻ മഹാവിഷ്ണു വർഷത്തിൽ 4 മാസം ശയനത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് ശയന ഏകാദശി എന്നും ഉദ്ധാന ഏകാദശി എന്നും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒരു വർഷത്തെ ഏകാദശി വ്രതമനുഷ്ഠിക്കുന്നവർ ഉൽപ്പന്ന ഏകാദശി മുതൽക്കാണ് വ്രതം ആരംഭിക്കുക. അതായത് പുതിയതായിട്ട് ഏകാദശി വ്രതം എടുക്കുന്നവർ ഈ ഉൽപ്പന്ന ഏകാദശി മുതൽ ആരംഭിക്കുക. കാരണം ഈ ഉൽപ്പന്ന ഏകാദശി ദിവസമാണത്രേ മുരാസുരനെ നിഗ്രഹിക്കുന്നതിന് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദേഹത്തു നിന്നും ഏകാദശി ദേവി ആവിർഭവിച്ചത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഏകാദശി വ്രത മാഹാത്മ്യത്തിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് അംബരീഷ മഹാരാജാവിൻ്റെ 1 വർഷത്തെ കഠിന വ്രതാനുഷ്ഠാനം. അംബരീഷ മഹാരാജാവ് ഏകാദശി വ്രതാനുഷ്ഠാനത്തിന് യമുനാ നദീ തീരത്തെ മധുവനത്തിലെത്തി. ശുക്ലപക്ഷ ഏകാദശി കൂടി അനുഷ്ഠിച്ചാൽ രാജാവ് 1 വർഷത്തെ 24 ഏകാദശി വ്രതങ്ങൾ പൂർത്തിയാക്കും. ഇതിൽ അസൂയമൂത്ത ദേവേന്ദ്രൻ അതിനു ഭംഗം വരുത്തുവാൻ രാജാവിൻ്റെ അടുത്തേക്ക് ഉഗ്രകോപിഷ്ഠനായ മുനിശ്രേഷ്ഠൻ ദുർവാസാവിനെ പറഞ്ഞയച്ചു. രാജാവിൻ്റെ സംവത്സരിക വ്രതം അവസാനിക്കുന്ന ദ്വാദശിയിൽ
മഹർഷി ദുർവാസാവ് അവിടെ എത്തിച്ചേർന്നു. അങ്ങയെ കാൽ കഴുകിച്ച് ഊട്ടിയ ശേഷം വേണം എനിക്ക് പാരണ നടത്തി വ്രതം അവസാനിപ്പിക്കാനെന്ന് മഹർഷിയെ രാജാവ് അറിയിച്ചു. മഹർഷി അതിന് സമ്മതിച്ച് സ്നാനം ചെയ്യുന്നതിന് യമുനാ നദീ തീരത്തേക്ക് പോയി. രാജാവിൻ്റെ വ്രതത്തിന് ഭംഗം വരുത്തുന്നതിന് മഹർഷി ദ്വാദശി കഴിയുന്നതുവരെയും എത്തിച്ചേർന്നില്ല. ധർമ്മസങ്കടത്തിലായ മഹാരാജാവ് ദ്വാദശി അവസാനിക്കുവാനുള്ള സമയത്ത് ഈശ്വരധ്യാനത്തിൽ മുഴുകി അല്പം തുളസി തീർത്ഥമെടുത്ത് സേവിച്ചു. മഹർഷി എത്തുന്നതിനു മുമ്പ് രാജാവ് പാരണ വീട്ടിയതെന്നറിഞ്ഞ് മഹർഷി കുപിതനായി തൻ്റെ തലയിൽ നിന്നും ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും രൂപം കൊണ്ട ദുർഭൂതം ഈശ്വരധ്യാനത്തിൽ മുഴുകിയിരുന്ന രാജാവിൻ്റെ അടുത്തേക്ക് കുതിച്ചു. ഈ സമയം അന്തരീക്ഷത്തിൽ നിന്ന് മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം പാഞ്ഞെത്തി ആ ദുർഭൂതത്തെ ഭസ്മീകരിച്ചു. തുടർന്ന് ദുർവാസാവ് മഹർഷിയുടെ അടുത്തേക്ക് നീങ്ങിയ ചക്രത്തെ കണ്ട് ഭയം നോടിയ മഹർഷി ബ്രഹ്മാവിൻ്റെയും പരമശിവന്റെയും മഹാവിഷ്ണുവിൻ്റെയും അടുത്തെത്തി അഭയം തേടി. ഒടുവിൽ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശാനുസരണം അംബരീഷ മഹാരാജാവിൻ്റെ അടുത്തെത്തി മഹർഷി മാപ്പപേക്ഷിച്ചു. സുദർശന ചക്രം പിന്നീടാണ് പോയത്. ഏകാദശി കഠിന വ്രതമനുഷ്ഠിച്ചതിൻ്റെ മഹത്വം ബോധ്യപ്പെട്ട മഹർഷി വ്രതാനുഷ്ഠാനത്തിന് മംഗളം നേർന്നുകൊണ്ട് അംബരീഷ മഹാരാജാവിനെ അനുഗ്രഹിച്ചു. ഏകാദശി വ്രതാനുഷ്ഠാനം ഇന്നീ കലിയുഗത്തിൽ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്? അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം എടുക്കുക. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങൾ ഏകാദശി വ്രതത്തിന് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ദശമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം. ഏകാദശി നാളിൽ പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം. ജലപാനം പോലും കുടിക്കാതെയും എടുക്കാം. തുളസി തീർത്ഥം കുടിച്ചെടുക്കാം. അതുപോലെ പഴങ്ങളും പച്ചക്കറികളും മിതമായിട്ട് കഴിച്ചുകൊണ്ടും എടുക്കാം. അതിനും കഴിയത്തില്ല, ആരോഗ്യസ്ഥിതി ഒരുപാട് മോശമുള്ളവർക്ക് അരി ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളോ പഴങ്ങളോ അതുപോലെ മില്ലറ്റ്സുകൾ, ചാമ, ചൗവരി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മില്ലറ്റ്സുകൾ കഴിച്ചുകൊണ്ടും ഏകാദശി എടുക്കാം. ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും കൃഷ്ണക്ഷേത്ര ദർശനവും ഒക്കെ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ നമ്മുടെ വീട്ടിനകത്തെ പൂജാമുറിയിൽ വിളക്ക് വെച്ച് നെയ്വിളക്ക് വെച്ച് ആരതി ഒഴിഞ്ഞ് ഭഗവാന് നിവേദ്യം സമർപ്പിച്ച് നാമം ജപിച്ചതിന് ശേഷം മാത്രം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുക. ജോലിയുള്ളവർ അവരവരുടെ ജോലിയിൽ മുഴുകി ഭഗവാന് മനസ്സർപ്പിക്കുക. ആ ഭഗവാന്റെ നാമങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. എന്തൊക്കെയാണ് നമ്മൾ നാമം ജപിക്കേണ്ടത് എന്ന് എല്ലാവർക്കും വീണ്ടും വീണ്ടും സംശയമാണ്. നമുക്ക് ഏത് നാമം വേണമെങ്കിലും ജപിക്കാം. പക്ഷേ ഭഗവാൻ ശ്രീഹരിയുടെ നാമത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. വിഷ്ണു സഹസ്രനാമം, അതുപോലെ വിഷ്ണു ഭുജംഗപ്രയാദം, അതുപോലെ ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം, ഹരേ രാമ മഹാമന്ത്രം, അഷ്ടാക്ഷരി, അതുപോലെ ദ്വാദശാക്ഷരി, അതുപോലെ ഭഗവാന്റെ 28 നാമങ്ങളായ മത്സ്യം കൂർമ്മ വരാഹം ച വാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരീകാക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലീഹലായുധം ഗോവർദ്ധനം ഋഷികേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരി ദാമോദരം ശ്രീധരം ച വേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണ ഗോപാലം ജപദോ നാസ്തി പാതകം. ഈ നാമങ്ങൾ ചൊല്ലാൻ മറക്കരുത്. അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന നാമമായ ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം വാമനായ നമഃ, ഓം ശ്രീധരായ നമഃ, ഓം ഋഷികേശായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം ദാമോദരായ നമഃ എന്ന ഭഗവാന്റെ ഈ 12 നാമങ്ങളും ജപിക്കുക. ഹരേ കൃഷ്ണ. ദശമിയുടെ അന്ന് തന്നെ തുളസിയില നുള്ളി വെക്കുക. തുളസിയില ഇല്ലെങ്കിൽ കടയിൽ നിന്നാണെങ്കിലും നമുക്ക് മേടിക്കാം. ഹരേ കൃഷ്ണ. അതുപോലെ പാരണ വീട്ടേണ്ട സമയത്ത് തന്നെ പാരണ വീട്ടുക. നമുക്ക്
ഈ പ്രാവശ്യം പാരണ വീട്ടേണ്ട സമയം 9-ാം തീയതി രാവിലെ 6:42 മുതൽ 9:04 വരെയാണ്. അതുപോലെ ഏകാദശി തിഥി തുടങ്ങുന്നത് 7-ാം തീയതി രാത്രി 9:26 മുതൽ തിഥി അവസാനിക്കുന്നത് 8-ാം തീയതി രാത്രി 8:15 വരെയാണ്. അതുകൊണ്ട് ഹരിവാസര സമയം വരുന്നത് 8-ാം തീയതി ഉച്ചതിരിഞ്ഞ് 2:15 മുതൽ 9-ാം തീയതി അതായത് വെളുപ്പിന് 2:15 വരെയാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകാൻ നമ്മളാൽ കഴിയുന്നത് പോലെ ചിത്തശുദ്ധിയോടുകൂടി ഏകാദശി വ്രതമെടുക്കുക. അതുപോലെ വിശന്നു വരുന്നവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. നമുക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ ഇത്തിരി വെള്ളം കൊടുക്കുക. നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ എപ്പോഴും ഈ മകരച്ചൂടിൽ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളവും അന്നവും വെക്കുക. പക്ഷികൾ പറന്നു വന്ന് അത് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യും. അവരുടെ അനുഗ്രഹം നമുക്ക് ഒരുപാട് നല്ലതാണ്. എന്താണ് ഹരിവാസര സമയമല്ലേ? ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ഒത്തുചേരുന്ന മുഹൂർത്തത്തിനാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മിയും തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാൻ വീടുകളിൽ മാത്രമല്ല ഈ ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സമയമാണെന്നാണ് ആചാര്യന്മാർ അല്ലെങ്കിൽ പുരാണങ്ങൾ പറയുന്നത്. ഹരേ കൃഷ്ണ.